ഓണാഘോഷ തിവപ്പിലേക്ക് മലയാളികൾ ചുവടുവെച്ചു കഴിഞ്ഞു. നാളെ ഓണപ്പുലരിയെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറാണ്, ഓരോ കുടുംബവും തയ്യാറാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും അലി അക്ബർ ഷാ ചേരുന്നു. അലി, തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം വിശേഷമാണ് ഓണം. അവിടെ എല്ലാവരും ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പുമാണ്. അലിയോടൊപ്പം ഒരു കുടുംബമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഓണവിശേഷത്തിലേക്ക് കൂടി പോകണം. ഒപ്പം അലിയുടെ ഓണവിശേഷം എന്തായി എന്നും കൂടി അറിയണം. വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ അത്തം നഗറിലാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയെ, പ്രത്യേകിച്ച് അത്തം നഗറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവം കൂടിയാണ്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അത്തം നഗറിൽ നിന്ന് നിരന്തരം ലൈവുകൾ ഓരോ ഓണത്തിനും ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ജയന്റ് വീൽ ഉൾപ്പെടെയുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ ആഘോഷങ്ങളൊക്കെ ഏകദേശം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു കെട്ടൊക്കെ അടങ്ങിയിരിക്കുന്നു. ഞങ്ങളിവിടെ ലൈവിന് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിരവധി ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല ലൈറ്റുകളും അണഞ്ഞു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു കുടുംബം ചേർന്ന് നമുക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ, എവിടെ സ്ഥലം? മരടാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം ആഘോഷം പ്രിപ്പറേഷൻ ഒക്കെ? കുട്ടികളുടെ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോകുന്നു. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. എങ്ങനെയാണ് ഇനിയിപ്പോ നാളത്തേക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസ് ഒരുങ്ങി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടുത്തെ റൈഡിലൊക്കെ കയറിയോ? കുഞ്ഞുങ്ങളാണ്, കയറിയോ? കേറി. ഗുണാക്കേവ് ഒക്കെ നല്ലതായിരുന്നു, കുട്ടികൾക്ക് കാണാനൊരു നല്ല ഒരു ഇതായിരുന്നു. എന്താ പേരെന്താ? ഇതാൻ. ഇവിടെ പേരെന്താ? ഒന്നുകൂടെ പറയാമോ? പറയത്തില്ല. എങ്ങനെ പേര്? ഇലാരി. ഓക്കെ. അപ്പോ നാളത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇത്തവണത്തെ ഓണം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? ബെറ്റർ ആയിട്ട് വരുന്നു. എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോ കുറച്ചുകൂടെ എൻഗേജ്മെന്റും കൊള്ളാം. മാർക്കറ്റും പർച്ചേസിംഗും ഒക്കെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ്? കുഴപ്പമില്ല. എന്തായാലും താങ്ക് യു. ഹാപ്പി ഓണം. വിനീത, ഇപ്പോൾ നമുക്ക് പുറയിൽ കാണാം. ഇപ്പോൾ ഇവർ പറഞ്ഞ ഗുണ കേവ്, അതായത് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കണ്ടതാണ്, പഴയ ഗുണയിലും നമ്മൾ കണ്ടതാണ്. അത് പോയി കാണാൻ കഴിയാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കൂടിയായിരുന്നു ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫും അതുപോലെ തന്നെ നമ്മുടെ സാരഥി ക്രോസ്ബിനുമാണുള്ളത്. ഞങ്ങൾ 3 പേരും അല്പസമയം മുമ്പ് ഇവിടെ ഒരു മരണക്കിണർ ഒരുക്കിയിരുന്നു, അവിടെ കയറിയിരുന്നു. അതിഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. 1-ാം തീയതി വരെ ഉണ്ട്, ആളുകൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓണാഘോഷത്തിന്റെ നാളത്തെ തിരക്കൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഇങ്ങോട്ട് വരാം. വലിയൊരു തിരക്കായിരുന്നു. വിനീത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനത്തിരക്കായിരുന്നു കുറച്ച് സമയം മുൻപ് വരെ ഈ അത്തം നഗറിൽ അനുഭവപ്പെട്ടിരുന്നത്. ദൃശ്യങ്ങളിൽ കാണാം എല്ലാ വിധത്തിലുള്ള റൈഡും. ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലുള്ള എല്ലാ റൈഡും ഇവിടെയുണ്ട്. ഹലോ. പേരെന്താ? ഫ്രെഡി. എവിടെയാ സ്ഥലം? അങ്കമാലി. റൈഡിലൊക്കെ കയറിയോ? എങ്ങനെയുണ്ട്? ഈ പ്രാവശ്യത്തെ ഓണം, ഈ ആഘോഷം എല്ലാം കൂടെ എങ്ങനെയുണ്ട്? സന്തോഷമായോ? അടിപൊളിയാണ്. അപ്പൊ ഹാപ്പി ഓണം. ഓക്കെ. അപ്പൊ ഫ്രെഡിയെ പോലെ കുറേ കുഞ്ഞു കുരുന്നുകൾ അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. നിറയെ ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ അണഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ഈ അവസാനം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉത്രാടമാണ് ഉണ്ണിയോണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് അവർ ഓണത്തിന് തയ്യാറെടുക്കുകയും അവർക്ക് പ്രത്യേക ഓണസദ്യയൊക്കെ ഒരുക്കുന്നത് ഉത്രാടത്തിനാണ്. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ അത്തരം ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും എല്ലാ ദിവസവും ഓണമായി കൊണ്ടാടുന്നതാണ്. എന്തായാലും അലിയുടെ ഓണാഘോഷം ഏതുവരെയായി? ബ്യൂറോയിലെ ഓണാഘോഷം ഞങ്ങൾ കണ്ടിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചതൊക്കെ ഞങ്ങൾ കണ്ടു. വിനീത, നമ്മുടെ ഓണാഘോഷം ബ്യൂറോയിൽ കണ്ടത് തന്നെയാണ് നമ്മുടെ ഓണാഘോഷം. അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷത്തിലേക്ക് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മുടെ ആഘോഷം സിനോ തോമസ് പറഞ്ഞ പോലെ ഓണേറിൽ തന്നെയാണ്. എന്തായാലും ഗംഭീരമാണ് ഇത്തവണത്തെ ഓണം. ഞാൻ ഫ്രെഡിയെ ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഫ്രെഡിയുടെ ബൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷത്തിലാണ് ഫ്രെഡി. ഓണത്തിന്റെ സങ്കല്പം അല്ലെങ്കിൽ ഒരുമയുടെ ആഘോഷത്തിന്റെ ഒക്കെ ഒരു പുതുമ നമ്മൾക്ക് പങ്കുവെക്കേണ്ടത് കുട്ടികളോട് തന്നെയാണ്. കാരണം അവരാണ് ഈ ആഘോഷമൊക്കെ അടുത്ത തലമുറയിലേക്ക് പകരുകയും ചെയ്യേണ്ടത്. ഏതായാലും അലി, ഓണം അടിച്ചു പൊളിക്കുക. നാളെ രാവിലെ തന്നെ ഹാജരാവണം. നമുക്ക് ഓണക്കാഴ്ചകൾ, തിരുവോണപ്പുലരിയിലെ കാഴ്ചകൾ. ഈ അത്തനഗർ രാവിലെ ഉണരുമല്ലോ. എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോയവരൊക്കെ അല്ലെങ്കിൽ പുതിയ ആളുകളൊക്കെ നാളെ വീണ്ടും അവിടെ എത്തും. മരണക്കിണറിൽ കയറാനും ഗുണാക്കേവ് കാണാനും ഒക്കെ എത്തും. അവിടെ നിന്ന് തീർച്ചയായും അലിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഹാപ്പി ഓണം അലി. ഉത്രാട രാത്രിയിൽ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. പോകുന്ന വഴിക്ക് അവിടെ ഓണം വൈബുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ലൈവിന് റെഡിയാവും.